ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യത്താൽ ഭാഗവതപ്രിയനായിരിക്കുന്നതായ അമ്പാടിക്കണ്ണൻ്റെ തിരുമുമ്പിൽ ഭാഗവത രസിക സ്മൃതി എന്നതായൊരു മഹാസത്സംഗം, ഒരു ഭാഗവത സത്രം സമാരംഭിച്ചിരിക്കുകയാണ്. എത്ര ഭാഗവതമാണ് അമ്പാടിക്കണ്ണൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്നത് എന്നുള്ളതിന് കണക്കില്ല. കൃഷ്ണപ്രിയം സകലകൽമഷനാശനം ച മുക്തൈക ഹേതുമിഹ ഭക്തി വിലാസകാരി എന്നും ആഹാൽപ്യത്തിൽ അരുളി ചെയ്യുന്നത് പോലെ ഇത്രമാത്രം ഭഗവാൻ ഇഷ്ടപ്പെട്ടതായൊരു ശാസ്ത്രം വേറെയുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ പറയാൻ പ്രയാസം. അത്രയും സപ്താഹങ്ങൾ അമ്പാടിക്കണ്ണൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജഗത് ജ്യോതിയായിട്ടൊരു ഭാഗവത സത്രം തന്നെ അമ്പാടിക്കണ്ണൻ്റെ തിരുസന്നിധിയിൽ നടന്നു. അതും പോരാ എന്നുള്ളതായ അവിടുത്തെ ഒരു പ്രത്യേക വാത്സല്യം ഈ ഭാഗവത രസിക സ്മൃതി. ഈ ഭാഗവത രസിക സ്മൃതിക്കൊരു മാധുര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരമഭാഗവതനെ അനുസ്മരിച്ചുകൊണ്ട് അർപ്പിക്കുന്നതായ മഹാസത്സംഗമാണ്. രസാസ്വാദനത്തിൽ വിരുദേറും സമർത്ഥന്മാരായിരിക്കുന്നതായ ആൾക്കാരോടാണ് പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുകാഹ. രസാസ്വാദനത്തിൽ വിരുദേറിയിരിക്കുന്നതായ ആസ്വാദക ലക്ഷങ്ങളോട് എത്ര കുടിച്ചാലും പോരാ പോരാ, സ്വാദു സ്വാദു പതേ പതേ എന്ന നിലയ്ക്ക് നമ്മളോട് ആസ്വദിക്കാൻ ആചാര്യവര്യന്മാരെ അനുഭവസമ്പന്നന്മാരായ ആശീശ്വരന്മാരെ അരുളി ചെയ്തിരിക്കുന്നതായ ഏകശാസ്ത്രം ശ്രീമദ് ഭാഗവതമാണ്. ആ ഭാഗവത്തെ ഒരു മഹാത്മാവിൻ്റെ ഒരു ജീവിതം മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ സന്ദേശവാഹനായി പ്രചാരകനായി കാലം കഴിച്ചതായ ഒരു പുണ്യാത്മാവിൻ്റെ സ്മരണയ്ക്കായിക്കൊണ്ട് അർപ്പിക്കുകയാണ്. നമ്മുടെ ശർമ്മ മാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം മാത്രമല്ല, ഗ്രന്ഥാപേക്ഷ കൂടാതെ ഏത് ശാസ്ത്രവും കൈകാര്യം ചെയ്യാൻ പോകുന്നതായ ഒരു ആചാര്യവര്യനായിരുന്നു. ശർമ്മ മാഷ് മഹാഭാരത യജ്ഞം നടത്തുന്നത് കേട്ടിട്ടുണ്ട്. ദേവി ഭാഗവതം, രാമായണം, ഭാഗവതം, അങ്ങനെ എല്ലാ യജ്ഞങ്ങളും അദ്ദേഹം ധാരാളമായിട്ട് നടത്തിയിട്ടുണ്ട്. ശർമ്മ മാഷെ സത്സംഗങ്ങളിലെല്ലാം പങ്കെടുത്തിരിക്കുന്നതായ ആൾക്കാർക്കറിയാം, ഒരു പ്രത്യേക അനുഭൂതിയാണ്, ആനന്ദമാണ്. ആര് തന്നെ ആയാലും ആവോളം ആസ്വദിക്കാൻ എത്ര കിട്ടിയാലും പോരാ പോരാ എന്നുള്ള നിലയ്ക്ക് തയ്യാറാവുന്നതായ ഒരു സത്സംഗം. ഈ രുചിക്കുന്നതും ദഹിക്കുന്നതുമായ ഭക്ഷണമാണല്ലോ ഏവർക്കും സ്വീകാര്യമായി തീരുക. പ്രായമായിട്ടുള്ള മുത്തശ്ശിമാർക്ക് ഈ പൊരുവളങ്കായ ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കുക. പൊരുവളങ്കായ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതൊക്കെ നന്നായിട്ടറിയാം അല്ലേ? ഈ പല്ലില്ലാത്ത മുത്തശ്ശിമാർക്ക് അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നേ പ്രയാസമാണല്ലോ, വളരെ കടുകട്ടിയായിട്ടുള്ളതായ സാധനം. അതേസമയത്ത് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്നതായ രീതിയിലുള്ളതായ മധുര പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ എത്ര കിട്ടിയാലും പോരാ എന്നുള്ള നിലയ്ക്ക് കഴിക്കും. ശർമ്മമാഷ സമ്പ്രദായം എന്ന് വെച്ചാൽ ഏതൊരാൾക്കും ശാസ്ത്രസാരത്തെ അനായാസന അനുഭവിക്കാൻ പറ്റുന്നതായ രീതിയിൽ വളരെ ലളിത കോമള കാന്ത പദാവലികളാൽ അങ്ങ് അനുഭവപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വേറെ ആരിലും കാണാൻ സാധിക്കാത്തതായ സ്വരസിദ്ധമായിരിക്കുന്നതായ ഒരു ശൈലിയാണ്, സമ്പ്രദായമാണ്. ശർമ്മ മാഷയെ സംബന്ധിച്ച് ഏത് ജ്ഞാനയജ്ഞം നടത്തുകയാണെങ്കിലും അത് മാഷക്ക് അനുയോജ്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഭാഗവത രസിക സ്മൃതി ഭാഗവതം തന്നെ വേണം എന്നുള്ള ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചു അല്ലേ? അത് അമ്പാടിക്കണ്ണൻ്റെ ഒരു പ്രത്യേക വാത്സല്യമാവണം. ഭാഗവതം എത്ര കേട്ടാലും പോരാ. ഈ കലികാലത്ത് അന്നകലപ്രാണന്മാരായി കഴിയുന്നതായ ജീവന്മാരോട് ഏകം ശാസ്ത്രം മുക്തിദാനേന ഗർജതി, നിങ്ങൾ പലതും പഠിച്ച് പെരുവഴി ആവേണ്ട ആവശ്യമില്ല, ഒന്ന് പഠിച്ചാൽ മതി. നേരായ മാർഗം ഇതുതാൻ, ഇതിനെ സ്വധൈര്യം പാരിൽ പരം കരുണയാൽ അരുൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് മാത്രമാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പം മറ്റു മതസ്ഥർക്കാവട്ടെ പല ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളൊക്കെയാണ്. നമ്മളെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്നതായ നമ്മളുടെ സംസ്കൃതിയുടെ ദീപസ്തംഭങ്ങളായിട്ട് ഭാരത, ഭാഗവത, രാമായണാദികളാണ് നമ്മളുടെ ആചാര്യവര്യന്മാർ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. തമസോമ ജ്യോതിർഗമയ എന്ന മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി ആദികവിയായി വാൽമീകി മഹർഷി ആദർശപുരുഷനായി ശ്രീരാമേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് ഈ ലോകത്തെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ഉപദേശിച്ചതായ ധർമ്മ ഇതിഹാസമാണ് രാമായണം.
കിളിയും കൂടി കളിയാടി മതിക്കവേ ഇരതേടി കാട്ടാളൻ ഇണയെ കൊന്ന് വീഴ്ത്തിയതായ സമയത്ത് കരളിൽ കാരുണ്യം കരകവിഞ്ഞൊഴുകി. സ്വന്തം കുക്ഷി നിറയ്ക്കാൻ വേണ്ടി ഒരു അന്യൻ്റെ ആനന്ദത്തെ കാണാൻ കണ്ണില്ലാത്തതായ ആ കാട്ടാളനോട് മാ നിഷാദ അരുതേ കാട്ടാള എന്ന് കാരുണ്യപൂർവ്വം കാട്ടാളൻ കരിഞ്ഞതായ മഹാവാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് രാമായണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്യനെ ദ്രോഹിക്കാൻ ഒരുങ്ങുന്നതായ ഇന്നത്തെ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിരിക്കുന്നതായ ഒരു മഹാസന്ദേശമാണ് രാമായണത്തിലൂടെ ആദികവി നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. അസതോമ സദ്ഗമയ എന്ന മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി അസത്തിൽ നിന്നും സത്തിലോട്ട്, ദുർജനങ്ങളിൽ നിന്നും സജ്ജനങ്ങളിലോട്ട് ഒരു രാജ്യത്തിൻ്റെ ചെങ്കോല് പിടിക്കുന്നതായ ചക്രവർത്തിമാർ അഥവാ ഭരണാധികാരികൾ ധർമ്മച്യുതി വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ അനുഭവിക്കാനിടയായിത്തീരുമെന്ന് കുരുപാണ്ഡവന്മാരുടെ കഥയെ ഉദാഹരിച്ചുകൊണ്ട് അറിവിൻ്റെ അവസാന വാക്കായി ലോകമെന്നും മുകള് തകസ്തരായി നമ്രശിഷ്കരായി മാനിക്കുന്നതായ വ്യാസഭഗവാൻ ചെയ്തതായ ധർമ്മേതിഹാസമാണ് മഹാഭാരതം.